ഹായ് ഹലോ ഗുഡ് ഈവനിങ്. ഇന്നെല്ലാവർക്കും പൊതുവെ ഒട്ടുമിക്ക പേർക്കും അനുഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഉറക്കക്കുറവ്. ഈ ഉറക്കക്കുറവ് ഉണ്ടാകുന്നതിന് കാരണം എന്ന് പറയുന്നത് കൂടുതലും നമ്മുടെ ഭാഗത്തെ അഭാവം തന്നെയാണ്. നമ്മുടെ ഭാഗത്ത് ഒരു മിസ്റ്റേക്ക് കൊണ്ട് തന്നെയാണ് നമുക്ക് ഈ ഉറക്കക്കുറവ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ അതെങ്ങനെ പരിഹരിക്കാം, നമുക്ക് പെട്ടെന്ന് രാത്രിയിൽ കിടന്ന ഉടനെ പെട്ടെന്ന് ഉറങ്ങാനും നല്ല ഉറക്കം കിട്ടാനും എന്തൊക്കെ ചെയ്യണമെന്നുള്ള എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. മെയിനായിട്ട് നമ്മൾ കിടക്കുന്നതിന് മുൻപായിട്ട് തണുത്ത വെള്ളത്തിൽ ഒന്ന് മേല് കഴുകാൻ ശ്രമിക്കുക. കാരണം ബോഡി ഹീറ്റായിട്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ഉറങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് ചൂട് സമയങ്ങളാണെങ്കിൽ കൂടുതലായിട്ടും, ചൂട് സമയമല്ല എങ്കിലും നമ്മൾ മേലൊന്ന് കഴുകാൻ ശ്രമിക്കുക. മേല് കഴുകാൻ രാത്രി കിടക്കുമ്പോൾ മേല് കഴുകാൻ മടിയുള്ളവരായിരിക്കും മിക്കവരും. ഞാൻ 2 നേരം കുളിക്കുന്ന ആളാണ്. രാവിലെയും വൈകുന്നേരം ഞാൻ കുളിക്കും. പിന്നെ കിടക്കുന്ന സമയത്ത് ഒന്ന് കൈയും കാലൊക്കെ ഒന്ന് വാഷ് ചെയ്തിട്ട് കിടക്കാറുള്ളൂ. അല്ലെങ്കിൽ എനിക്കിഷ്ടമല്ല, അതങ്ങനെ ശീലമായിപ്പോയി. അതുകൊണ്ട് തന്നെ കൂടുതൽ അങ്ങനെ ചിലവർക്ക് നൈറ്റ് കുളിക്കാനും മേലെ എഴുതാനൊക്കെ കുറച്ച് മടിയായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ കൈയും കാലും ഫേസും ഒന്ന് കഴുകുക. കാരണം കാല് കഴുകിയിട്ട് കിടക്കുമ്പോൾ പെട്ടെന്ന് ഉറങ്ങാൻ പറ്റും. നമ്മൾ കാരണം എല്ലാത്തിനും എല്ലാത്തിൻ്റെയും ഉണർവുള്ളൊരു ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ കാൽഭാഗമാണ്. അവിടെ എന്നും നമ്മൾ ആരോഗ്യമായി സൂക്ഷിക്കണമെന്നാണ് പറയുക. അതുകൊണ്ട് തന്നെ കാല് കഴുകിയിട്ട് കൈകാലും മുഖമൊന്ന് കഴുകിയിട്ടെങ്കിലും കിടക്കാൻ ശ്രമിക്കുക. ബോഡി ഹീറ്റ് ഒന്ന് കുറയ്ക്കാൻ ശ്രമിക്കുക. അപ്പം നമുക്ക് പെട്ടെന്ന് ഉറങ്ങാൻ പറ്റുന്നതാണ്. പിന്നെ പോരാത്തതിന് വേണ്ടാത്ത ചിന്തകൾ പരമാവധി ഒഴിവാക്കുക. ചിന്തകൾ ഒഴിവാക്കാനായിട്ട് കിടക്കുന്നതിന് മുമ്പായിട്ട് ചെറുതായിട്ടൊന്ന് മെഡിറ്റേഷൻ ചെയ്യുക. ഞാൻ പറഞ്ഞായിരുന്നു ബ്രീത്ത് ഔട്ട് ഒന്ന് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞത്. ഇങ്ങനെ അതൊരു 10-11 തവണ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന ഒരു 3 തവണയെങ്കിലും ചെയ്യാൻ ശ്രമിക്കുക. അത് നമ്മളെ മൈൻഡിലുള്ള നെഗറ്റീവിനെയൊക്കെ പുറത്തേക്ക് കളയാനായിട്ടാണ്. അതൊന്ന് ചെയ്യുക. എന്നിട്ട് ശാന്തമായിട്ട് കിടക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ചിലർക്ക് മ്യൂസിക് കേൾക്കുന്നത് ഇഷ്ടമുള്ളവരുണ്ടാകും. അപ്പം നല്ല പാട്ട് കേൾക്കാൻ ശ്രമിക്കുക. പാട്ട് കേട്ടിട്ട് നല്ല മ്യൂസിക് കേൾക്കുമ്പോൾ പെട്ടെന്ന് ഉറങ്ങാൻ പറ്റും. അങ്ങനെ അതും ഒരു നല്ലൊരു ഇതാണ്. അല്ലെങ്കിൽ മോട്ടിവേഷൻ മ്യൂസിക്, അങ്ങനെ ഇതൊക്കെ നമ്മൾ യൂട്യൂബിൽ ഒരുപാട് ഇന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ അതെങ്കിലും ഇയർഫോണിൽ ചെറുതായിട്ട് സ്ലോ ആയിട്ട് വെച്ചിട്ട് കേൾക്കാൻ ശ്രമിക്കുക. പെട്ടെന്ന് ഉറങ്ങാൻ പറ്റും. അതും താല്പര്യമില്ല എങ്കിലും ജസ്റ്റ് ഓവർ തിങ്കിങ് ചിലവർക്ക് കിടന്ന് കഴിയുമ്പോഴേക്കും, കാരണം കൂടുതൽ നമ്മളെ കിടന്ന് കഴിയുമ്പോഴേക്കും നമുക്ക് വേണ്ടാത്ത ചിന്തകളൊക്കെ നമുക്ക് വരിക അല്ലേ. നാളെ അല്ലെങ്കിൽ ചിലപ്പോൾ ജോലിക്ക് പോകുന്നവരാണെങ്കിൽ ഓഫീസിലെ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ ജോലിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് ചിന്തിച്ചുകൊണ്ടിരിക്കും. ഫാമിലി പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് ചിന്തിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെ ചിന്തകൾ തന്നെ നമ്മുടെ ഉറക്കത്തിനെ നശിപ്പിക്കും. അതൊരു നെഗറ്റീവ് തന്നെയാണ്. ആ നെഗറ്റീവിനൊക്കെ ഇല്ലാതാക്കണമെങ്കിലും ഓവർ തിങ്കിങ് കുറയ്ക്കാനും ആവശ്യമില്ലാത്ത ടെൻഷൻ ഡിപ്രഷനൊക്കെ കുറച്ച് ശാന്തമായിട്ട് മനസ്സിനെ റിലാക്സ് ആക്കി വെക്കാൻ പെട്ടെന്ന് ഉറക്കം കിട്ടാനും മറ്റൊരു മാർഗം കൂടിയുണ്ട്. 1 മുതൽ 100 വരെ എണ്ണുക. അതിനുശേഷം അത് റിവേഴ്സ് എടുക്കുക. 100 to 1 തിരിച്ചു വരിക. അങ്ങനെ എണ്ണാൻ ശ്രമിക്കുക. അപ്പം നമ്മളുടെ ഓവർ തിങ്കിങ് കുറയാനും നമുക്ക് വേണ്ടാത്ത ചിന്തകളൊക്കെ പോകാനും പെട്ടെന്ന് ഉറങ്ങാനും അതൊരു ഹെൽപ്ഫുള്ളാണ്. ഞാൻ ചില സമയത്ത് അത് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് പെട്ടെന്ന് ഉറങ്ങാൻ ആ എണ്ണുന്ന കാരണം റിവേഴ്സ് എടുക്കുമ്പോൾ നമുക്ക് 1 മുതൽ 100 പോകുമ്പോൾ അധികം റിസ്ക് ഉണ്ടാകത്തില്ല. പക്ഷേ റിവേഴ്സ് എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ കുറച്ച് റിസ്ക് നമ്മൾ അതിൽ ചിലപ്പോൾ 1 എത്തിയെന്ന് വരില്ല. 100 എത്തിക്കും മുമ്പ് നമ്മൾ ഉറങ്ങിപ്പോകും. അതൊരു നല്ലൊരു വഴിയാണ് കേട്ടോ. കാരണം ചില സമയത്ത് എനിക്ക് ഉറക്കം വന്നില്ലെങ്കിൽ ഞാനത് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഞാൻ 1 എത്തത്തില്ല. അപ്പോഴേക്കും ഞാൻ ഉറങ്ങിയിട്ടുണ്ടാവും. പിന്നെ നേരം വെളുത്തിട്ട് എണീക്കുന്നുള്ളൂ. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു നല്ലൊരു ടെക്നിക്കാട്ടോ അത്. അപ്പോൾ കൂടുതലായിട്ടും ഈ ബോഡി ഹീറ്റാകുന്നുണ്ടെങ്കിൽ
അത് ഒഴിവാക്കാൻ ശ്രമിക്കുക. മേല് കഴുകിയിട്ട് അല്ലെങ്കിൽ കൈകാലും മുഖമെങ്കിലും വാഷ് ചെയ്തിട്ടോ കിടക്കുക. അത് പെട്ടെന്ന് ഉറങ്ങാൻ നല്ലതാണ്. ഓവർ തിങ്കിങ്, അനാവശ്യമായ ചിന്തകളും നെഗറ്റീവ് എല്ലാം കളഞ്ഞ് ഒന്ന് ബ്രീത്ത് ഔട്ട് ചെയ്യുക. അപ്പോൾ തന്നെ നമുക്ക് ഉറക്കം കിട്ടും. എന്നിട്ട് കിട്ടുന്നില്ല എങ്കിൽ ഞാൻ പറഞ്ഞ ഈ ഒരു ടെക്നിക്കും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അത് നല്ലൊരു ടെക്നിക്കാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോസായിട്ട് കാണാം. ബൈ.